ഖുർആനുമായിട്ടുള്ള പലതരത്തിലുള്ള ബന്ധങ്ങൾ വിശ്വാസികളോട് വിശുദ്ധ ഖുർആനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കുന്നുണ്ട്. അതിലേറ്റവും പ്രാഥമികമായ ബന്ധം നമുക്കറിയാവുന്നതുപോലെ ഖിറാഅത്താണ്. ഖിറാഅത്ത് എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ കലാമിൻ്റെ പാരായണം തന്നെ പ്രതിഫലാർഹമാണ് എന്ന് നമുക്കറിയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ടല്ലോ, അല്ലദീ യഖ്റഉൽ ഖുർആന വഹുവ മാഹിറുൻ ബിഹി മഅസ്സഫ്രത്തിൽ കിറാമിൽ ബററ. വളരെ മനോഹരമായി, വളരെ താളാത്മകമായി, വളരെ സുന്ദരമായി വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നവരുടെ സ്ഥാനം മലായിക്കത്തുകളോടൊപ്പമാണ്. എന്നാൽ അല്ലദീ യഖ്റഉൽ ഖുർആൻ വഹുവ യതതഅതു ഫീഹി വഹുവ അലൈഹി ഷാഖുൻ ലഹു അജ്റാൻ. എല്ലാവർക്കും അങ്ങനെ കഴിയണമെന്നില്ലല്ലോ. ഖുർആൻ അങ്ങനെ അറബി ഭാഷയിലായതുകൊണ്ട് തന്നെ അറബി അറിയാത്തവരെ സംബന്ധിച്ചിടത്തോളം അത് ആ രൂപത്തിൽ പാരായണം ചെയ്യാൻ കഴിയണമെന്നില്ല. പക്ഷെ അവരും പാരായണം ചെയ്യണമെന്നാണ്, അത് ഒഴിവാക്കരുത്. അങ്ങനെ പ്രയാസപ്പെട്ടുകൊണ്ട് പാരായണം ചെയ്യുന്നവർക്ക് രണ്ട് പ്രതിഫലം ഉണ്ടെന്നാണ്. ഒന്ന് ഖുർആൻ ഓതിയതിൻ്റെതും മറ്റൊന്ന് ആ പ്രയാസത്തോടൊപ്പം ഓതിയതിൻ്റെതും. ഈ ഖിറാഅത്തും തിലാവത്തും തമ്മിലൊരു വ്യത്യാസമുണ്ട്. തിലാവത്ത് എന്ന് പറയുന്നത് അത് കേവല പാരായണമല്ല. അറബിയിൽ തലാ യത്ലു എന്ന് പറയുന്നത് പിന്തുടരുക എന്നുള്ളതാണ്. എന്താണോ നമ്മൾ പാരായണം ചെയ്യുന്നത് അതിനെ നമ്മളുടെ മനസ്സുകൊണ്ട് പിന്തുടരണം, അതിനെ നമ്മളുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കണം. തിലാവത്ത് എന്ന പ്രയോഗമാണ് വിശുദ്ധ ഖുർആൻ ധാരാളമായിട്ട് പ്രയോഗിച്ചിട്ടുള്ളത്. നമ്മൾ ഖിറാഅത്ത് എന്ന് പറയുന്ന ഒരു സ്റ്റെപ്പിലേക്ക് വളരെ ചെറുപ്പത്തിൽ കയറി നിന്നിട്ടുണ്ടാവും. നമ്മളുടെ ചെറുപ്പകാലത്ത് കയറി നിന്നതാണ്. നമ്മൾ ജീവിതത്തിൻ്റെ ഒരുപാട് പദവികൾ കയറിയപ്പോൾ തിലാവത്തിലേക്കും അതിൻ്റെ അപ്പുറത്തുമുള്ള പദവിയിലേക്ക് നമ്മൾ കയറി വരേണ്ടതുണ്ട്. അങ്ങനെയാണ് ഖുർആനോടുള്ള ബന്ധം വർദ്ധിപ്പിക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ കേട്ടിട്ട് കരഞ്ഞ സംഭവങ്ങൾ നമ്മൾ കേൾക്കാറുണ്ടല്ലോ. ഫകൈഫ ഇദാ ജിഅ്നാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദിൻ വജിഅ്നാ ബിക അലാ ഹഉലാഹി ഷഹീദ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഓതി കൊടുക്കുമ്പോൾ അള്ളാഹിൻ്റെ റസൂൽ നാളെ പരലോകത്ത് അഭിമുഖീകരിക്കേണ്ട ഒരു സാഹചര്യത്തെക്കുറിച്ച് പറഞ്ഞ ആയത്തെത്തിയപ്പോൾ അള്ളാഹിൻ്റെ റസൂൽ കരഞ്ഞു എന്നാണ്. നമ്മൾ എത്രയോ ആയത്തുകളിലൂടെ കടന്നു പോകുന്നുണ്ട്. നമ്മളുടെ കണ്ണ് നനയാതെ, മനസ്സ് പിടയാതെ അങ്ങനെ കടന്നു പോവുകയാണ്. അള്ളാഹിൻ്റെ കലാമാണല്ലോ, അള്ളാഹ് നമ്മളോട് സംസാരിക്കുകയാണല്ലോ. അതെന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അത് ഓതാനും അത് പാരായണം ചെയ്യാനും ജീവിതത്തിൽ പകർത്താനും നമുക്ക് കഴിയണം. അതിന് ഖിറാഅത്തിൽ നിന്ന് ഒരു തിലാവത്ത് എന്നൊരു സ്റ്റെപ്പിലേക്കെങ്കിലും നമുക്ക് കയറി നിൽക്കാൻ കഴിയണം. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ.